ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റി സാരി കേട്ടോ. ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഈ ബോർഡർ ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. പിന്നെ ഇതിൻ്റെ പല്ലുവിൽ പ്രിൻ്റാണ്. പ്രിൻ്റ് തന്നെയാണ് ബ്ലൗസ്. അപ്പോൾ ഇത് ഷോപ്പിൽ തന്നെ ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന കാരണം വേഗം തന്നെ ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാനൊന്ന് കൊണ്ടുവന്ന കേട്ടോ. അതുകൊണ്ട് ബ്ലൗസ് ഇതിൻ്റെ തയ്ക്കാൻ സമയം കിട്ടിയില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ്. ഈ ബ്ലൗസും കൂടെ തയ്ച്ചിടുമ്പോഴാണ് ഈ സാരിക്ക് ഭംഗി വരുള്ളൂ. എല്ലാം ഡാർക്ക് കളേഴ്സാണ്. ഫുള്ളായിട്ടും ഈ സാരി ഇങ്ങനെ തന്നെയാണ് വരിക. രണ്ട് സൈഡിലും ബോർഡർ വന്ന് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ചെറിയ പ്ലീറ്റായിട്ടോ അതുപോലെ വൺ പ്ലീറ്റായിട്ടെല്ലാം നമുക്ക് വെയർ ചെയ്യാം. ട്രാൻസ്പെറൻറ്റും അല്ല. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ടൊന്ന് കാണാം. മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാട്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കളറിൽ മാത്രം മാറ്റമുള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പല്ലു ഇങ്ങനെ തന്നെ വരുന്നു. പ്രിൻ്റായിട്ട് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് ചെറിയ പ്രിൻ്റുകളായിട്ടുള്ള ബ്ലൗസ് പീസും എല്ലാത്തിൻ്റെ ഇങ്ങനെ തന്നെയാണ്. ഈ ബോഡിയിലുള്ള കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ടും വരുന്നു. റേറ്റ് 1165. സഫയർ ഗ്രീൻ ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വന്നിരിക്കുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാം. അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഈ ചെറിയ പ്രിൻ്റായിട്ട് തന്നെ എല്ലാത്തിൻ്റെയും ഒരുപോലെ തന്നെ വരുന്നു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഈ ബോർഡർ ഇങ്ങനെയാണ് വരിക. നല്ലൊരു ഭംഗിയായിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു തിളക്കോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ വലിയ കനോ ഇല്ല. ഇതിൽ ഇപ്പോൾ ഈ കളറിനോടിൻ്റെ തന്നെ ചെറിയ ഡോട്ട്സ് പോലെ ഇങ്ങനെ ഫുള്ളായിട്ടും വരുന്നുമുണ്ട്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗം നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്ലേറ്റ് എടുത്ത് വെയർ ചെയ്യാനും പറ്റും. ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിൽ ബോർഡർ, പല്ലു. ഇതിങ്ങനെ ഇട്ടേക്കണം കാണുമ്പോൾ തന്നെ അറിയാലോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളിത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഭംഗിയായിട്ട് വെയർ ചെയ്തിരിക്കുമ്പോൾ നല്ല ഇതായിരിക്കും. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നമുക്കൊരു പോകുകയും ചെയ്യാം. അതുപോലെ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. റേറ്റ് ആണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു റേറ്റേ ഉള്ളൂ. 1165 വന്നിരിക്കുന്നത്. മെറ്റീരിയൽ കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കനമുള്ള ഒരു മെറ്റീരിയലൊന്നുമല്ല. ഒത്തിരി കട്ടിയുള്ളതുമല്ല, ട്രാൻസ്പെറൻറ്റും അല്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ പ്ലേറ്റഡ് ആയിട്ടും വൺ പ്ലേറ്റ് ആയിട്ടും എല്ലാം കിടക്കുമ്പോൾ ഭംഗിയായിട്ട് തന്നെ കിടന്നോളൂ. റോയൽ ബ്ലൂ ആണേ. ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെ ചെറിയ പ്രിൻ്റായിട്ട് തന്നെ രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഈ ബ്ലൂവിൻ്റെ ഉണ്ടല്ലോ ചെറിയൊരു ഡോട്ട്സ് പോലെ ഈ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണാമോയെന്ന് എനിക്കറിയില്ല. ചെറിയ ഡോട്ട്സ് പോലെ അതൊരു ഭംഗിയാട്ടോ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ബോഡി ഷേപ്പിൽ വെയർ ചെയ്യാവുന്ന ഒരു സാരിയാണ്. റേറ്റ് 1165. ഇതൊരു ഗ്രീൻ ഷെയ്ഡ്. ബോട്ടിൽ ഗ്രീൻ അത്ര ഡാർക്ക് വന്നില്ല, എന്നാൽ ചെറുപയർ പച്ചയല്ല, പക്ഷെ നല്ലൊരു ഗ്രീനാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ കളറിൽ എൻ്റെ മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഡൗട്ടുള്ളവർ വീഡിയോ കോളിൽ ഒന്ന് കണ്ടിട്ട് പർച്ചേസ് ചെയ്തോളാം. ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നന്നായി ഇരിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും അത് ആഗ്രഹിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ വീഡിയോയിലും പറയണേ, ഒന്ന് വീഡിയോ കോളിൽ വ്യക്തമായി കണ്ടിട്ട് പർച്ചേസ് ചെയ്താൽ മതിയെന്ന്. കാരണം നമ്മളൊരു ആഗ്രഹിച്ചൊരു സാരി എടുക്കുമ്പോൾ അത് നമുക്ക് ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യണമല്ലോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പല്ല് വരിക. ഇത് ചെറിയ പ്രിൻ്റുകളാട്ടോ ബ്ലൗസ് പീസിൽ വരുന്നുള്ളൂ. ബോഡി പാർട്ട് ഇങ്ങനെ മെറൂൺ ഷെയ്ഡാണേ. ഏതിനും ഈ പ്രിൻ്റ് തന്നെ നല്ലൊരു രസമല്ലേ. പ്ലെയിനേൽ ഇത് പണ്ടും ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സാരിയും ഈ ബ്ലൗസും കൂടെ വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം പ്രിൻ്റായിട്ടുള്ള ബ്ലൗസും ഇട്ട് അതുപോലെ പ്ലെയിൻ സാരി, പല്ലു ഇങ്ങനെ നേരത്തെ ഉള്ള ഒരു ഇത് തന്നെയാണ് പണ്ടൊക്കെ. ഇപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മെറ്റീരിയൽ തന്നെ ഇത് വന്നപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാനും പറ്റുമല്ലോ. ഇതൊരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരിക. പല്ലു ഇങ്ങനെ വരുന്നു. പ്രിൻ്റുകൾ തന്നെ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബോർഡർ ഈ ഷെയ്ഡ് ചെറിയ ഡോട്ട്സ് ഇതിൽ കൊടുത്തിട്ടുമുണ്ട് ഈ ബോർഡറിൽ. പിന്നെ ഇതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു.
റേറ്റ് 1165. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.